ബസ്സിൽ വെച്ച് സ്വർണ്ണാഭരണം മോഷ്ടിച്ചയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? രാവിലെ കയറി ചോദ്യം ചോദിക്കല്ലേ എന്ന് പറയരുത്. പിറകെ ചെന്ന് അവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കും. ഇങ്ങനെയായിരിക്കും മിക്കവാറും എല്ലാവരും പറയുക. ചിലപ്പോൾ ഉറപ്പില്ല, മറ്റു ചില കാര്യങ്ങളും പറയും. പക്ഷേ കോഴിക്കോട് എടക്കര സ്വദേശിനി മിഥു ഇങ്ങനെ ഉറപ്പിച്ച് പറയും. അത് എന്തുകൊണ്ടാണെന്നല്ലേ നമുക്കൊന്ന് പറയാം, നമുക്കൊന്ന് നോക്കാം. ഇത് ജോലിസ്ഥലത്തേക്ക് പോകാനായി ബസ്സിൽ കയറിയതാണ് എടക്കര സ്വദേശിനിയായ മിഥു. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ബസ്സിലെ മറ്റൊരു യാത്രക്കാരിയുടെ സ്വർണമാല മോഷണം പോയ വിവരമറിയുന്നത്. ബസ് നിർത്തിയ ശേഷം എല്ലാവരും തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടയിലാണ് തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മാല താഴെ വീണത്. പിന്നാലെ ഈ സ്ത്രീ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഡോറിൽ വെച്ചിട്ടാണ് ചേച്ചി കരയുന്നത്. ചേച്ചി പറഞ്ഞു, അയ്യോ ഇത്രയും നേരം എൻ്റെ കഴുത്തിൽ മാല ഉണ്ടേനി ഇപ്പം കാണാറില്ല എന്നാണ്. ഈ ചേച്ചീനോട് പറഞ്ഞ് കണ്ടക്ടർ നിങ്ങൾ ഒന്നും കൂടി മേലോട്ട് കയറിയിട്ട് നോക്കി നോക്കിയെന്നാണ്. അപ്പോൾ ആ ചേച്ചി മേലോട്ട് കയറിയപ്പോൾ ചേച്ചീൻ്റെ വയ്യേക്ക് തന്നെ ഈ തമിഴത്തി കയറി തെരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോണ്ട് ഈ തമിഴത്തി ബാഗ് ഇങ്ങനെ പിടിച്ചിനി. ആ ബാഗിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് രണ്ട് ചെയിന് വീണ് അങ്ങനെ തട്ടി ഒഴിവാക്കി മുപ്പത്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു പോലീസിനെ വിളിയാണ്. അപ്പോഴത്തേക്ക് ചേച്ചി ഇങ്ങനെ ഓടാനുള്ള ഇതിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത്, അപ്പോൾ ഞാനും കൂടെ ക്രോസ് ചെയ്തപ്പോൾ പിന്നാലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരും ഇല്ല. ഞാൻ എന്ത് ചെയ്ത് ധൈര്യം ഓടി. പക്ഷെ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഒക്കെ മുന്നിൽ എത്തിയപ്പോൾ ഞാൻ പിടികൂടി. മാല നഷ്ടപ്പെട്ട സ്ത്രീയുടെ സങ്കടമാണ് മോഷ്ടാവിനെ പിടികൂടാൻ പ്രേരിപ്പിച്ചതെന്ന് മിഥു. സ്കൂളിൽ കായിക താരമായിരുന്നതും പിന്നാലെ ഓടാൻ കരുത്ത് നൽകി. ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങുന്നില്ല. ഇപ്പോഴത്തെ പൊന്നിൻ്റെ വില നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എനിക്കൊരു ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് വാങ്ങി തന്നത്. പിടിയിലായ തമിഴ്നാട് മധുര സ്വദേശി മാരിയമ്മയെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സാഹസികമായി പ്രതിയെ പിടികൂടിയ മിഥുവിന് ആദരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നടക്കാവ് പോലീസ്. മറ്റുള്ളവർ നോക്കി നിന്നപ്പോൾ മോഷ്ടാവിൻ്റെ പുറകെ ഓടി അവരെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിക്കുകയാണ് മിഥു ചെയ്തത്. അതോടെ മാല നഷ്ടപ്പെട്ട ചേച്ചിയും ഹാപ്പി, മിഥുവും ഹാപ്പി. ഒപ്പം പോലീസുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ അഭിനന്ദനം കൂടിയായപ്പോൾ ഡബിൾ ഹാപ്പി. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.